ഹലോ, അസ്സാം വലൈക്കും. അപ്പോൾ ഇന്ന് നമുക്ക് പഴുത്ത ചക്ക വെച്ചിട്ട് ആവിയിൽ ഒട്ടും തന്നെ എണ്ണയൊന്നും യൂസ് ചെയ്യാതെ നല്ല അടിപൊളിയായിട്ടുള്ള ഒരു പലഹാരം റെഡിയാക്കി എടുത്താലോ. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ നല്ല പോലെ പഴുത്തിട്ടുള്ള ചക്കയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് പഴഞ്ചക്കയാണ് കേട്ടോ. അപ്പോൾ അതൊരു 5-6 ചോളം ഞാൻ എടുത്തിട്ടുണ്ട്. അതിൻ്റെ കുരുവൊക്കെ ഒന്ന് കളഞ്ഞെടുത്തതിന് ശേഷം അതിനെ മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഒരു 3 ഏലക്ക കൂടെ അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അടുത്തതായിട്ട് ഇതിലേക്ക് 1/2 കപ്പ് ശർക്കരപ്പാനിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതൊരു ചെറിയ ചൂടോടെയാണ് കേട്ടോ ഞാനതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഇനി ഇത് രണ്ടും കൂടെ ഒന്നും കൂടെ ഒന്ന് അടിച്ചെടുത്തതിന് ശേഷം നമുക്ക് വേറൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം. അപ്പോൾ അത് നമ്മുടെ അടിച്ചെടുത്തുള്ള ഈ ഒരു ചക്കയുടെ മിക്സ് ഞാൻ ഒരു ബൗളിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരല്പം ഉപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ചക്ക ഏതായാലും കുഴപ്പമില്ല കേട്ടോ. വരിക്കച്ചക്ക വെച്ചിട്ടും പഴച്ചക്ക വെച്ചിട്ടൊക്കെ നമുക്ക് ഈ ഒരു പലഹാരം റെഡിയാക്കി എടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് 1 കപ്പ് ഗോതമ്പ് പൊടിയാണ്. അപ്പോൾ അതാദ്യം കുറേശ്ശെയായിട്ട് ചേർത്ത് കൊടുത്തൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം. ഒരുമിച്ചിട്ട് ചേർത്ത് കൊടുക്കരുത്. ഇതുപോലെ കുറച്ച് കുറച്ചായിട്ട് ചേർത്ത് കൊടുത്ത് മിക്സ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഒട്ടും കട്ടയൊന്നും ഇല്ലാത്ത രീതിയിൽ വേണം കേട്ടോ മിക്സ് ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ ആദ്യം തന്നെ നമ്മുടെ ഈ ഒരു ഗോതമ്പ് പൊടിയൊക്കെ ഫുള്ളായിട്ട് ഇതിൽ മിക്സ് ചെയ്തെടുത്തതിന് ശേഷം മാത്രം നമുക്ക് കുറച്ച് ടൈറ്റായിട്ട് തോന്നുകയാണെങ്കിൽ അതിനനുസരിച്ച് ശർക്കരപ്പാനി ഒഴിച്ച് കൊടുത്താൽ മതി. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഒരുപാട് ശർക്കരപ്പാനിയൊക്കെ ഒഴിച്ചിട്ട് അടിച്ചെടുക്കുന്ന സമയത്ത് നമുക്ക് നമ്മുടെ മാവൊക്കെ ലൂസായി പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇതുപോലെ ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല കറക്റ്റായിട്ട് തന്നെ നമ്മുടെ മാവ് കിട്ടും. അപ്പോൾ ഗോതമ്പ് പൊടിയൊക്കെ മുഴുവനായിട്ട് മിക്സ് ചെയ്തെടുത്ത് കഴിഞ്ഞതിന് ശേഷം ഞാനതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത് 2 ടീസ്പൂൺ റവയാണ്. അപ്പോൾ നമ്മുടെ റവ വറുത്തതോ വറുക്കാത്തതായാലും കുഴപ്പമൊന്നുമില്ല. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ചും കൂടി ശർക്കരപ്പാനി ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ ഞാനിവിടെ ഒരു 1/2 കപ്പിനടുത്ത് ശർക്കരപ്പാനി കൂടെ എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നോക്കിയിട്ട് കുറേശ്ശെയായിട്ട് ഒഴിച്ചു കൊടുത്താൽ മതി. അപ്പോൾ 1/2 കപ്പ് ഫുള്ളായിട്ട് എടുത്തിട്ടില്ല കേട്ടോ. അപ്പോൾ ആദ്യം പകുതി ചേർത്തൊന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഞാൻ ബാക്കി പകുതി കൂടുതലേക്ക് ചേർത്ത് കൊടുത്ത് ഒന്നുകൂടെ മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഒരുപാട് ലൂസായിട്ടുള്ള ആ ഒരു കൺസിസ്റ്റൻസിയിലല്ല കേട്ടോ നമ്മുടെ ഈ ഒരു ബാറ്റർ നമുക്ക് കിട്ടേണ്ടത്. അപ്പോൾ റവയൊക്കെ ചേർത്ത് കൊടുത്തതുകൊണ്ട് തന്നെ ഇത് കുറച്ചൊരു തിക്കായിട്ടാണ് ഉണ്ടാവുക. അപ്പോൾ ഒട്ടും കട്ടയൊന്നും ഇല്ലാത്ത രീതിയിൽ നന്നായിട്ട് തന്നെ ഇതിനെ മിക്സ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ പിന്നെ അടുത്തതായിട്ട് നമുക്ക് ഇതിലേക്ക് ഒരല്പം ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത് ഇൻസ്റ്റൻ്റ് ആയിട്ട് റെഡിയാക്കി എടുക്കുന്നത് കൊണ്ടാണ് ഇതിലേക്ക് ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ആവിയിലൊക്കെ ചെയ്തെടുക്കുന്ന സമയത്ത് നമ്മുടെ പലഹാരം നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ബേക്കിംഗ് സോഡ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇതെല്ലാം കൂടെ ചേർത്തിട്ട് നല്ലപോലെ ഒന്നും കൂടെ മിക്സ് ചെയ്തിട്ടെടുക്കാം. നമ്മുടെ മാവിൻ്റെ എല്ലാ ഭാഗത്തേക്കും ബേക്കിംഗ് സോഡ എത്തുന്ന രീതിയിൽ വേണം മിക്സ് ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ അത് അത്യാവശ്യം നല്ല തിക്കായിട്ടുള്ള ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് കേട്ടോ നമ്മുടെ മാവ് ഇപ്പോൾ റെഡിയാക്കി എടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു പാകത്തിനാണ് നമുക്ക് കിട്ടേണ്ടത്. ഒരുപാട് ലൂസായി പോകരുത്. ഇനി നമുക്കിതിന് ഡയറക്റ്റായിട്ട് തന്നെ അപ്പോൾ ഇതുപോലത്തെ ചെറിയ പാത്രങ്ങളാണ് കേട്ടോ ഞാൻ നമ്മുടെ പലഹാരം റെഡിയാക്കി എടുക്കാനായിട്ട് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിലേക്ക് ആദ്യം തന്നെ കുറച്ചൊന്ന് ഓയിൽ സ്പ്രെഡാക്കി കൊടുത്തതിന് ശേഷം നമ്മുടെ ബാറ്റർ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ സാധാരണ നമ്മൾ നെയ്യപ്പൊക്കെ റെഡിയാക്കി എടുക്കുന്ന ആ ഒരു രീതിയിൽ എണ്ണയിൽ നമുക്ക് ഫ്രൈ ചെയ്തിട്ടും ഈ ഒരു പലഹാരം റെഡിയാക്കി എടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ നല്ല ഹെൽത്തി ആയിട്ടുള്ള രീതിയിൽ ആവിയിൽ വേവിച്ചിട്ടാണ് ഇത് റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ നമ്മുടെ ഈ ഒരു ഓരോ പാത്രങ്ങളിലും ഒരു 1/4 ഭാഗത്തിനടുത്ത് മാത്രം നമ്മുടെ മാവ് ഒഴിച്ച് കൊടുത്താൽ മതി. ഫുള്ളായിട്ട് മാവ് ഒരിക്കലും ഒഴിച്ച് കൊടുക്കരുത്. അപ്പോൾ അത് നമ്മുടെ എല്ലാ പാത്രത്തിലേക്കും നമ്മുടെ ബാറ്റർ ഞാൻ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കറക്റ്റായിട്ട് ഒരു 4 പലഹാരങ്ങൾ റെഡിയാക്കി എടുക്കാനാണ് നമ്മുടെ ബാറ്റർ ഉള്ളത്. ഇനി ഇതിനെ നല്ലപോലെ ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതിൻ്റെ ഉള്ളിലുള്ള ആ ഒരു എയർ ബബിൾസൊക്കെ ഒന്ന് പോയി കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇതുപോലെ ഒന്ന് ടാപ്പ് ചെയ്തെടുക്കുന്നത്. ഇനി ഇതിന് മുകളിലായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും വെച്ചിട്ടൊന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. കാഷ്യൂ നട്ട്സോ റൈസിൻസോ അങ്ങനെ എന്ത് വെച്ചിട്ട് വേണമെങ്കിലും ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ വെറുതെ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് കുറച്ച് തേങ്ങ ചെറുതായിട്ട് പീസാക്കി എടുത്തതിന് ശേഷം അതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അത് വറുത്തെടുത്തിട്ട് ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടി നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഇതെല്ലാം റെഡിയാക്കി കഴിഞ്ഞിട്ട് പെട്ടെന്ന് തോന്നിയൊരു ബുദ്ധി ആയതുകൊണ്ടാണ് ഇതുപോലെ അങ്ങനെ അരിഞ്ഞിട്ട് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഞാനിവിടെ സ്റ്റീമറിൽ കുറച്ച് വെള്ളം തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ മുകളിലായിട്ട് ഇതുപോലെ നമ്മൾ വെച്ച് കൊടുത്തതിന് ശേഷം ഒരു 15 മിനിറ്റ് ആവിയിൽ നല്ലപോലെ ഒന്ന് വേവിച്ചിട്ടെടുക്കാം. അപ്പോൾ നമ്മളിത് ആവിയിൽ വേവിച്ചെടുക്കുന്ന സമയത്ത് മീഡിയം ടു ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം കേട്ടോ നമ്മളിത് വേവിച്ചെടുക്കാനായിട്ട്. ഒരുപാട് ഹൈ ഫ്ലെയിമിലിട്ടിട്ട് വേവിക്കുന്ന സമയത്ത് നമ്മുടെ ഈ ഒരു പലഹാരത്തിൻ്റെ മുകളിലായിട്ടൊക്കെ നല്ലപോലെ വെള്ളത്തിൻ്റെ അംശം ഉണ്ടാവും. അപ്പോൾ നമ്മൾ ലോ ഫ്ലെയിമിലിട്ടിട്ട് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഒരു 12 മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ പലഹാരം ഞാനൊന്ന് തുറന്ന് നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു സമയത്ത് നമ്മുടെ പലഹാരം നല്ലപോലെ കുക്കായി വന്നിട്ടില്ല. അപ്പോൾ വീണ്ടും 5 മിനിറ്റും കൂടെ ഞാൻ അടച്ച് വെച്ച് ഒന്നും കൂടെ വേവിച്ചെടുത്തതിന് ശേഷം ഒരു ഫോർക്ക് വെച്ചിട്ടൊന്ന് കുത്തി നോക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ഫോർക്കൊക്കെ നല്ലപോലെ ക്ലീനായി വന്നിട്ടുണ്ട്. നമ്മുടെ പലഹാരമൊക്കെ നല്ലപോലെ കുക്കായി വന്നിട്ടുണ്ട്. ഇനി ഇതിനെ നമുക്ക് കംപ്ലീറ്റ് ഒന്ന് ചൂടാറാനായിട്ട് മാറ്റി വെക്കാം. അപ്പോൾ ഇത് കംപ്ലീറ്റ് ചൂടാറിയതിന് ശേഷം മാത്രമാണ് ഞാൻ ഈ പാത്രത്തിൽ നിന്ന് റീമോൾഡ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമുക്ക് നല്ല ഈസി ആയിട്ട് തന്നെ പാത്രത്തിൽ നിന്ന് വേർപ്പെടുത്തിയെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ നമ്മുടെ പലഹാരമൊക്കെ നല്ല അടിപൊളിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് അങ്ങനെ പൊങ്ങി പോയിട്ടൊന്നുമില്ല. നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെയാണ് നമ്മുടെ പലഹാരം കിട്ടിയിട്ടുള്ളത്. അപ്പോൾ എല്ലാതും സെയിം രീതിയിൽ തന്നെ ഞാനിവിടെ റീമോൾഡ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ ചക്കയുടെ സീസണൊക്കെ ഏകദേശം കഴിഞ്ഞ് തുടങ്ങിയിട്ടുണ്ടല്ലേ. അപ്പോൾ എന്തായാലും വീട്ടിൽ ചക്ക ഉള്ളവരൊക്കെ ഈ ഒരു ഐറ്റം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക.
ട്രൈ ചെയ്ത് നോക്കുന്ന സമയത്ത് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കാനും കൂടെ മറക്കരുത് കേട്ടോ. അപ്പോൾ ഇതുപോലെ ചക്ക വെച്ചിട്ട് തന്നെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന പല റെസിപ്പീസും നമ്മൾ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ ജസ്റ്റ് അതൊക്കെ ഒന്ന് പോയിട്ട് കണ്ടു നോക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക.